ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. അതിനായിട്ട് വേണ്ടിയത് 1 കിലോ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ബീഫാണ്. ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാൻ വെക്കാം. ഈ ബീഫ് ഇതിനെ തന്നെ നമുക്ക് കുക്കറിലേക്ക് ഇടാം. ബീഫ് നമ്മളിപ്പോൾ കുക്കറിലേക്ക് ആക്കി വയ്ക്കുകയാണ്. നമുക്ക് അതിനായിട്ട് ഇനിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ്, ശേഷം ഈ ബീഫ് വേകാൻ വേണ്ടിയിട്ട് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ബീഫിനകത്ത് ആ ഉപ്പും ആ മഞ്ഞൾപ്പൊടിയും ആ കുരുമുളക് പൊടിയും ഒന്ന് നല്ലതായിട്ട് പിടിച്ചു വരണം. എന്നിട്ട് അത് ഓരോ ബീഫ് വേവുന്നതിനനുസരിച്ചാണ്. ഇത് 1/4 കുക്കായാൽ മതി, ഫുൾ കുക്കാക്കണ്ട. ഇനി നമുക്ക് അതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്തിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു 3 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി അത് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം. ലേശം ചൂടുണ്ട്. ഇത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ബീഫാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതിനുശേഷം നമ്മുടെ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ മുളക്, അത് നമ്മുടെ എരിവ് അനുസരിച്ചാണ്. പിന്നെ 1 സ്പൂൺ ഗരം മസാല, ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഇത് നമ്മുടെ 1 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരി വേണമെങ്കിൽ ഒഴിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. പുളിക്ക് വേണ്ടിയിട്ട് അല്പം സോയാ സോസ് ഓപ്ഷനിലാണ്. ഇത് വേണമെങ്കിൽ ഒഴിക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത്, ഓൾറെഡി ബീഫ് വേവിക്കാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഈ മസാല എല്ലാം ജസ്റ്റ് ഒന്ന് കോട്ടാകാൻ വേണ്ടിയിട്ട് നമുക്കൊരല്പം ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരല്പം ഒരു 1.5 സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പെരുംജീരകം ചതച്ചത് അതെല്ലാം ആ ഫ്രൈ ചെയ്ത് വരുമ്പം ആ ഒരു ചതച്ച ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബീഫ് റെഡിയാണ്. അത് 1/2 മണിക്കൂർ സെറ്റ് ആകാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാകാനായിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തായിട്ട് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പോകും. ബീഫ് തിരിച്ചിട്ട് കൊടുത്തു. ഒരു സൈഡ് നല്ലതായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് വെച്ചിട്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് പാത്രത്തിലേക്ക് കോരിയെടുക്കാം. തന്നെ നമുക്ക് ഗാർണിഷിനായിട്ട് പച്ചമുളക് വറുത്തെടുക്കാം. ഫ്രൈ ആയി കഴിഞ്ഞു. നമുക്കിനി അത് കോരിയെടുക്കാം. നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക്